തലൈവൻ തലൈവി റൈറ്റർ ആൻഡ് ഡയറക്ടർ ഒരാൾ പാണ്ഡ്യരാജ്. ഈ റൈറ്റർ ആൻഡ് ഡയറക്ടർ ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ചിത്രം ഒരു കോണ്ടന്റിന് നല്ല പെർഫെക്ഷനിൽ സിനിമയായിട്ട് അവതരിപ്പിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പക്ക ലോക്കലായിട്ടുള്ള ഒരു ഫാമിലിയുടെ കുറേ ഇൻസിഡൻസ് ആണ്. ഈ സിനിമ തുടങ്ങുന്നത് ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ്, അവിടെ വെച്ച് തന്നെ ഒരു ഫാമിലി പ്രോബ്ലം തുടങ്ങി അത് എൻഡ് ചെയ്യുന്നത് അവിടെ തന്നെയാണ്. ഇതിനിടയിൽ നോൺ ലീനിയർ ആയിട്ട് സ്റ്റോറി ടെൽ ചെയ്ത് പോയിരിക്കുകയാണ്. അതും ഇപ്പോൾ നമ്മൾ തമിഴ് സിനിമകളിലൊക്കെ കാണുന്ന ഒരു പ്രതിഭാസമാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഒരു സിനിമ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് നമ്മളത് കണ്ട് അനുഭവിക്കുന്ന പോലെ അത് കണക്റ്റ് ആവും നമ്മളിലേക്ക്. പിന്നെ ഇതിനകത്തുള്ള ആക്ടേഴ്സ് വിജയ് സേതുപതിയും നിത്യമേനനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, അവരുടെ ഒരു കെമിസ്ട്രി, അത് ഭയങ്കര രസമാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് സീരിയസ്നെസ് ഒക്കെ ഉണ്ടെങ്കിലും ഇതിനകത്തൊരു ഫൺ ആഡ് ചെയ്യാനായിട്ട് ഇതൊരു ഫൺ സാധനമാണ് ത്രൂ ഔട്ട് എന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് ഇമോജി ക്യാരക്ടേഴ്സിനെയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതെനിക്കത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല. ആ ഒരു സാധനം ഇതിനകത്തൊരു ഫൺ എലിമെന്റ് ആയിട്ട് അവർ പ്ലേസ് ചെയ്യുന്നതാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം അതിനേക്കാൾ നന്നായിട്ട് ഈ ക്യാരക്ടേഴ്സിന് അതിൻ്റെ ഫൺ എലിമെൻറ്റ്സ് ഒന്നും ലൂസ് ചെയ്യാതെ അതിന് പെർഫെക്റ്റ് ആയിട്ട് ഈ രണ്ട് കഥാപാത്രങ്ങളും നന്നായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഒരു അധികപ്പറ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ കഥാപാത്രങ്ങളുടെയൊക്കെ ഫ്ലാഷ് ബാക്കിൽ ഒരു ഗാങ് വാർ ടൈപ്പ് ഓഫ് സെറ്റപ്പും ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ നല്ല ഫൈറ്റുകളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കോമഡി നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് യോഗി ബാബു ഒക്കെ പൊതുവേ സിനിമയിലുണ്ടെങ്കിൽ അവരുടെ ഒരു ഭാഗം അവർ വന്ന് അഭിനയിച്ചിട്ട് അങ്ങ് മാറിപ്പോകുന്ന കണക്കാണ്. ഒരു സ്കിറ്റ് പോലെയൊക്കെയാണ് പൊതുവേ തമിഴ് സിനിമകളിൽ കാണുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വരുന്ന ഈ ഒരു റിയലിസ്റ്റിക് ആയിട്ട് എടുക്കുന്ന തമിഴ് സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് തോന്നുന്നു. അതായത് പണ്ട് സത്യനന്ദിക്കാട്, ലോഹിതദാസ് ഒക്കെ എഴുതിയിരുന്ന തിരക്കഥ പോലുള്ള അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് പിടിച്ചാണ് ഇപ്പോൾ തമിഴ് സിനിമകൾ പോകുന്നത്. പച്ചയായ ജീവിതങ്ങളാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അത് സോഷ്യലി നന്നായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യും. സിനിമ നന്നായിട്ട് വർക്കാവുകയും ചെയ്യും. നമ്മുടെ ഡെയിലി ലൈഫുമായിട്ടൊക്കെ കണ്ട് പരിചയമുള്ള കഥാപാത്രങ്ങളായിരിക്കും ഇതിനകത്ത്. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സന്തോഷ് നാരായണൻ്റെ സംഗീതമാണ്. ഇയാൾ ഈ കൽക്കിയിലൊക്കെ ചെയ്തു വെച്ച മ്യൂസിക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും നാടോടി സ്റ്റൈലിൽ, അത് പണ്ട് ഈ ഇളയരാജയൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള, അതായത് സിനിമയായിട്ട് നമുക്ക് ഭയങ്കര കണക്റ്റ് ഫീൽ ചെയ്യും. ആ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒന്നും മാറി നിൽക്കത്തില്ല. അങ്ങനെ നല്ല സിങ്കായിട്ട് പോകും. അത് ആ ഒരു ട്രഡീഷണൽ തമിഴ് മ്യൂസിക് ഇതിനകത്ത് സന്തോഷ് നാരായണൻ നല്ല ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുണ്ട്. അത് സന്തോഷ് നാരായണൻ ഏത് സിനിമ ചെയ്താലും പ്രത്യേകിച്ച് തമിഴ് സിനിമകളിൽ ഭയങ്കര രസമായിരിക്കും. എല്ലാ സിനിമകളിലും ഉണ്ട്. ഇപ്പോൾ കൽക്കിയിൽ വേറൊരു ലെവൽ ഓഫ് വെസ്റ്റേൺ ടൈപ്പ് ഓഫ് സാധനം അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഓരോ സിനിമകളിലും വളരെ വ്യത്യസ്തമായിട്ട് സന്തോഷ് നാരായണൻ അപ്രോച്ച് ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ സംഗീതം ഒരു മാജിക്കൽ എഫക്റ്റ് തന്നെയാണ് കൊടുക്കുന്ന സിനിമയ്ക്ക്. പിന്നെ സിനിമയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നമുക്ക് ആ കഥയായിട്ടൊക്കെ കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിനിമ നന്നായിട്ട് വർക്കൗട്ടായി. ഞാൻ ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത്. എൻ്റെ വൈഫിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫാമിലി പ്രോബ്ലംസ് ഒക്കെയാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ റിയാലിറ്റിയിൽ നടക്കുന്ന ഇഷ്യൂസ് ഒക്കെ തന്നെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു കുടുംബത്തിൽ മെയിൻ പോർക്കളത്തിൽ ഹസ്ബൻഡും വൈഫും ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് നിന്ന്, അതായത് രണ്ടാളുകൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ബന്ധുക്കളെന്ന് പറയുന്നത് അവരും ഒരു ടീമപ്പായിട്ടാണ് പിന്നെ തുടർന്നുള്ള യുദ്ധം നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് നല്ല കോമഡി രൂപേണ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചെമ്പൻ വിനോദ് ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നിത്യമേനൻ്റെ ഫാദറായിട്ടാണ്. അടിപൊളിയായിട്ട് പുള്ളി ആ ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ ഭയങ്കര ഫണ്ണാണ്. നല്ലൊരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ എനിക്ക് 100% വർത്തായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മൂവിക്ക് ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.